നമുക്ക് അമ്മയുടെ തന്നെ നോക്കാം. ആദ്യം ഞങ്ങളുടെ ഇവിടെ ലക്ഷദ്വീപിൽ പ്രഗ്നൻസി ടൈമിൽ പെണ്ണുങ്ങൾക്ക് മൊമെൻസിന് പെയിൻ വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഡെലിവറി ഷർട്ടാണ് ഞങ്ങളിവിടെ ധരിപ്പിക്കുന്നത്. ഷർട്ടും തുണിയുമാണ് ഞങ്ങളിവിടെ ധരിക്കുന്നത്. ഷർട്ടാണ് നമ്മുടെ ആണുങ്ങളുടെ ഷർട്ടിൻ്റെ ഷർട്ട് ഒരു ഷർട്ടും തുണിയുമാണ് ഡെലിവറി ടൈമിൽ കൊടുക്കുന്നത്. ഞങ്ങളിവിടെ ഇതാക്കുന്നത് തുണി. അതുപോലെ അങ്ങനെ 2 തുണി ഞങ്ങൾ എക്സ്ട്രാ കരുതിയിട്ടുണ്ട്. ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ ആണെങ്കിൽ മാറും, വൈറ്റ് കളർ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വൈറ്റ് തുണിയും ഞങ്ങൾ കരുതിയിട്ടുണ്ട്. പിന്നെ കുട്ടികളെ പിടിക്കാൻ, കുട്ടികളല്ലേ നമ്മൾ ചെറിയ കുട്ടികൾ, അപ്പോൾ അതിനെ എടുക്കുമ്പോൾ നമ്മൾ തട്ടം ധരിക്കുമ്പോൾ, ഞങ്ങൾ മുസ്ലിമുകൾ തട്ടം ധരിക്കാറുണ്ടല്ലോ. തട്ടം ധരിക്കുമ്പോൾ ഈ വർക്കുള്ള തട്ടമൊക്കെ ആയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മേത്ത് കുട്ടുമെന്ന് പറഞ്ഞാൽ, അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കോട്ടൺ മെറ്റീരിയൽ നല്ലൊരു ക്ലോത്ത് തുണി എടുത്തിട്ടുണ്ട്. അത് തട്ടാണ്. പിന്നെ ഒരു അണ്ടർസ്കെറ്റ് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ മേച്ചിൻ്റെ താഴെ ഇടാനൊക്കെ നെയ്റ്റിൻ്റെ അടിയിൽ അങ്ങനെ എടുത്തു വെച്ചതാണ് അണ്ടർസ്കെറ്റ്. പിന്നെ ഒരു നമ്മുടെ ഓപ്പൺ മാക്സി അറിയാലോ, ആ ഓപ്പൺ മാക്സി 2 എടുത്തിട്ടുണ്ട്. വുമൻസിൻ്റെതാണ്. അമ്മയുടെ ആണ് പറയുന്നത് 2 ഓപ്പൺ മാക്സി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തോർത്ത് അത്യാവശ്യമാണത് നമുക്ക്, ഒരു തോർത്ത്. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. കാരണം ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ ബെഡിലൊക്കെ ഇങ്ങനെ ബ്ലീഡിങ് മാറിയിരിക്കാൻ വേണ്ടി ബെഡ്ഷീറ്റും ഒരു ഷീറ്റും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ ഷട്ടി, ബ്രാ, അങ്ങനെ കുറേ സാധനങ്ങൾ കിറ്റിലാക്കിയിട്ടാണ് വച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ബ്രേസറും പിന്നെ ഷഡ്ഡിയാണ് ഞാൻ എടുത്ത് വച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് പാഡ്സ് കാണുന്നുണ്ടോ? ബ്രസ്റ്റ് ഫീഡിങ് പാഡ്സ്. ഇത് നമുക്ക് ഓവർഫ്ലോ ഓയിലായിട്ട് പാല് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ഓവർഫ്ലോ ആയിട്ട് വരുമല്ലോ ഒരു ടൈമിൽ. ആ സമയത്ത് ബ്രസ്റ്റിൽ വെക്കാനുള്ള ബ്രസ്റ്റ് ഫീഡിങ് പാഡാണ്. പിന്നെ നമുക്ക് ഒരു കേഫി വേണം. അത് അത്യാവശ്യമല്ലേ, എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ, അങ്ങനെ കരുതി വെച്ചിട്ടുള്ളതാണേ. പിന്നെ നമുക്ക് ഇനി കുട്ടിയുടെ ബേബിയുടെ ഇതിൽ പോവാം. ഫസ്റ്റ് ബേബി പ്രസവിക്കുമ്പോൾ, ഫസ്റ്റ് ബേബി ബോൺ വരുമ്പോൾ അവർ ഡോക്ടേഴ്സ് ചോദിക്കുമല്ലോ ബേബിയുടെ ഡ്രസ്സ്. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇത്. ഒരു നല്ല ക്ലോത്താണ്, നല്ല ബ്ലൂത്തിൻ്റെ ക്ലോത്ത് പോലത്തെ നല്ല സോഫ്റ്റ്. കാണുന്നുണ്ടോ? നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. നല്ല സോഫ്റ്റിൻ്റെ ഒരു ടർക്കി എടുത്തിട്ടുണ്ട്. കാരണം ഇതിനെ പൊതിയാനൊക്കെ നല്ല ഒരു ഇതല്ലേ, അങ്ങനെ ഒരു ടർക്കിയും പിന്നെ ഒരു ചെറിയ കുഞ്ഞ് വൈറ്റ് കുപ്പ. ഞങ്ങളുടെ ഇവിടെയൊക്കെ കുഞ്ഞുങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഫുള്ള് വൈറ്റ് ആയിരിക്കും. എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും, ഇവിടെ അങ്ങനെയാണ്, ഫുള്ള് വൈറ്റ് ആയിരിക്കും. കാരണം കുട്ടി കുപ്പ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് സൈഡൊക്കെ നല്ല രീതിക്ക് അടിച്ചിട്ടുള്ള, ഇങ്ങനെ അടിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള തുണിയാണ്, ചെറിയ തുണി കുഞ്ഞുങ്ങളുടെ. അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ കാലറ്, കയ്യറ്, ബേബീസിൻ്റെ വൈറ്റ് കളർ തന്നെയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ചെറിയ കുഞ്ഞുങ്ങളുടെ ചെറിയ കാണുന്നുണ്ടോ? കയ്യറയും കാലറയും ഒക്കെ കാണുന്നുണ്ടോ? ഇതും. പിന്നെ കുഞ്ഞിൻ്റെ ആദ്യം ന്യൂ ഫസ്റ്റിൽ കൊണ്ടുവരുമ്പോൾ ഇടാനുള്ളതാണ് ഇത്. ഞാനിവിടെ ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ഇപ്പം പറഞ്ഞില്ലേ, തുണി സൈഡൊക്കെ നല്ല രീതിക്ക് അടിച്ച് ക്ലീൻ ആക്കിയ അങ്ങനത്തെ ഒരു 10 തുണി ഈ ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതാണ്, അവിടെ നിന്ന് ധരിപ്പിക്കാൻ വേണ്ടി. പിന്നെ കാണിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഞാൻ വച്ചിട്ടുള്ളത് കുഞ്ഞിൻ്റെ ഡ്രസ്സസ് ആണ്. കുഞ്ഞിൻ്റെ കുപ്പായൊക്കെ ഉണ്ടാവുമല്ലോ, ചെറിയ കുപ്പായം, ചെറിയ കുപ്പായം കാണുന്നില്ലേ, ചെറിയ കുപ്പായം, അങ്ങനത്തെ കുപ്പായങ്ങളാണ്. ചെറിയ കുപ്പായം ഒരു 4 എടുത്ത് സേഫ്റ്റിക്ക് വച്ചിട്ടുണ്ട്. പിന്നെ ടവൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുമ്പോൾ, ഇപ്പോൾ പാലൊക്കെ മുഖത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ തുടക്കാൻ വേണ്ടി നല്ല ക്ലോത്ത് ആയിട്ടുള്ള, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ചെറിയ ടവൽ ഉണ്ടാവുമല്ലോ, നമ്മുടെ കുഞ്ഞിനെയൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ ടവൽ. അങ്ങനത്തെ ഒരു ടവൽ പാക്ക് എടുത്തിട്ടുണ്ട്. ആവശ്യമാണല്ലോ ഇതൊക്കെ. അങ്ങനെ അതും. പിന്നെ കയ്യറ്, കുഞ്ഞുങ്ങളെ എണീപ്പിക്കുന്ന കയറിയില്ലേ, അങ്ങനത്തെ 2 പീസസ് എടുത്തിട്ടുണ്ട്. കാരണം നല്ല തണുപ്പായിരിക്കും, കാരണം ചൂടുന്നല്ലേ കുട്ടികൾ വരുന്നത്, അപ്പോൾ നല്ല തണുപ്പായിരിക്കും. അതിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള, കാരണം ഞങ്ങളുടെ ഷിപ്പിലൊക്കെ ആണല്ലോ ഇപ്പോൾ വരുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഡെലിവറിക്ക് ചാൻസ് ഇവിടെ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് വേറെ ദ്വീപിൽ ഐലൻഡിലാണ് പോകുന്നത്, വേറെ ഐലൻഡിൽ അവിടെ കവരത്തി ദ്വീപിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഷിപ്പിലൊക്കെ കുഞ്ഞിനെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നല്ല തണുപ്പായിരിക്കുമല്ലോ. അതിന് വേണ്ടി ഒരു ഫുൾ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഷിപ്പിൽ നിന്നിടാൻ ഫുൾ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു തോർത്ത്, കുഞ്ഞിൻ്റെ തോർത്ത്
അറിയില്ല. അത്ര സോഫ്റ്റ് ആയ നല്ല ക്ലോത്ത് ആയിട്ടുള്ള ഇതാണ് തോർത്താണിത്. പിന്നെ ഇത് ഡ്രൈ ഷീറ്റാണേ. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ കിടത്തില്ലേ, നമ്മൾ പിടിക്കുമ്പോൾ മൂത്രം താഴെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ഷീറ്റ് താഴെ ഇങ്ങനെ ഡബർ പോലെ ഇങ്ങനെ ഷീറ്റ് പോലെ ആയിട്ട് വെളിങ്ങനെ സോഫ്റ്റ് ഉള്ള അങ്ങനത്തെ അത് ഡ്രൈ ഷീറ്റ് രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ വൈപ്പർ റെഡിയില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളെ തുടക്കാനൊക്കെ ഉപയോഗിക്കുന്ന വൈപ്പേഴ്സ്. ഞാൻ വാങ്ങിയിട്ടുള്ള മെറ്റീരിയൽ ഈ ബ്രാൻഡിൻ്റെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഒരു സോപ്പ് പെട്ടി, സോപ്പ് ഇടാനൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഹിമാലയക്കാരുടെ ഒരു ബേബി പൗഡർ വാങ്ങിയിട്ടുണ്ട്. ഇനി ടെഡി ബെയറിൻ്റെ ഒരു സോപ്പ് കൂടി വാങ്ങണം. ഇനി ഒരു ന്യൂ ബോൺ പെനിപ്പോക്ക പാൻസിൻ്റെ ഒരു സ്നെഗ്ഗി എടുത്ത് വച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇവിടെ മസ്റ്റായിട്ട് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞാൽ മുസ്ലിമുകൾക്കാണ് ഞാൻ പറയുന്നത്, പിന്നെ അറിയില്ല, ഇത് ഞങ്ങളുടെ ദംസം വെള്ളമാണ്. ഈ കുഞ്ഞുങ്ങൾ ഫസ്റ്റ് ജനിച്ച് വരുമ്പോൾ അമ്മമാർ പാൽ കൊടുക്കാറാവുന്നതിന് മുമ്പ് ഞങ്ങൾ ഇത് കുറച്ച് കുഞ്ഞിൻ്റെ വായിൽ എത്തിച്ചു കൊടുക്കും. ഞങ്ങളുടെ ഒരു രീതിയാണ്. അപ്പോൾ ദംസം വെള്ളവും പിന്നെ നമ്മുടെ 7 മാസം ഇങ്ങനെ തേങ്ങ ഉടക്കില്ലേ, തേങ്ങ ഉടച്ച നെയ്യ് ഉണ്ടാവുമല്ലോ, അതെടുത്ത് വെക്കും. ഈ പള്ളിയിലൊക്കെ കൊടുത്തിട്ട് അത് കുഞ്ഞിൻ്റെ മേത്തൊക്കെ തേക്കാനും അങ്ങനെയൊക്കെ ആവശ്യത്തിന് വച്ചിട്ടുള്ള നെയ്യാണ്. പിന്നെ കാരക്ക വെള്ളം കുഞ്ഞിൻ്റെ വായിലും അമ്മയുടെ വായിലൊക്കെ എത്തിക്കാൻ വേണ്ടി കാരക്ക അടിച്ചിട്ട് വച്ചിട്ടുണ്ട്. ഈന്തപ്പഴല്ലേ, ഈന്തപ്പഴം ഗൾഫിലെ ഹജ്ജിന് പോയ അവിടുത്തെ ഈന്തപ്പഴമാണത്. അങ്ങനെ അത് ഞങ്ങൾ എപ്പോഴും കരുതുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ലക്ഷദ്വീപിൽ ഇങ്ങനെയാണ് ഞങ്ങൾ ബേബി കിറ്റ്സ് റെഡിയാക്കുന്നത്. കിറ്റ് റെഡിയാക്കി ഇനി ഇതിലേക്കെല്ലാം വച്ചിട്ട് യാത്ര 25-ാം തീയതിയാണ് യാത്ര പോകുന്നത്. അപ്പോൾ ഇന്നെല്ലാം റെഡിയാക്കി സെറ്റാക്കി ഞങ്ങൾക്ക് ഇന്ന് വെക്കണം. അങ്ങനെ അതിനു വേണ്ടി ഞങ്ങൾ